നമസ്കാരം, ഷെർത്തിരുവലയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ക്യാരറ്റും മാങ്ങായും കൂടിയുള്ള ഒരു അച്ചാറാണ്. ഇതിന് മുമ്പ് നമ്മൾ ഈ വീഡിയോ നമ്മുടെ പേജിൻ്റെ അകത്തും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്തിട്ടുള്ളൊരു അച്ചാറാണ്. മാങ്ങായും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്തൊരു അച്ചാർ. അതപ്പം അതിന് നമ്മൾ എങ്ങനെയൊക്കെയാണ് അരിയുന്നത്, ഏതൊക്കെ രീതിയിലാണ് അത് ക്യാരറ്റൊക്കെ കീറുന്നത്, മാങ്ങ അരിയുന്നത് എല്ലാം ആദ്യം തന്നെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഇതിന് എന്തൊക്കെ ചേരുവകളും കാര്യങ്ങളൊക്കെയാണ് ചേർക്കുന്നത്. പെട്ടെന്നുള്ളൊരു അച്ചാറാണ് ഇത്. നമ്മൾ ഏകദേശം ഒരു 600 പേരെ കല്യാണത്തിൻ്റെ വർക്കിന് വേണ്ടി ചെയ്തൊരു ക്യാരറ്റ് അച്ചാറാണ്. മിക്സ് ചെയ്ത മാങ്ങായുമായിട്ട് മിക്സ് ചെയ്ത ക്യാരറ്റ് അച്ചാർ എന്ന് നമ്മൾ പറയും. അപ്പം ഇത് ഇപ്പം നമ്മുടെ ക്യാരറ്റ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്യാരറ്റ് ആദ്യമേ കീറുക, അതായത് ചെറിയ ഇതായിട്ട് നിങ്ങൾ ആ വീഡിയോയ്ക്കകത്ത് കണ്ട് കീറുക. അതുപോലെ തന്നെ മാങ്ങ പൂളിയതിന് ശേഷം മാങ്ങ നമ്മൾ കീറിയാണ് അരിയുന്നത്. ഇപ്പം നമ്മുടെ ഉരുളയ്ക്കകത്ത് എണ്ണ ചൂടായിരിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ കടുക് അതിലേക്ക് ഇടുകയാണ്. കടുക് നല്ലപോലെ പൊട്ടി വരണം. ചൂടെണ്ണയിലേക്ക് നമ്മൾ കടുകിട്ടിരിക്കുകയാണ്. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ പച്ചമുളക് കീറിയതും കൂടിയിട്ട് അതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അതിന് ശേഷമായിരിക്കും നമ്മൾ ഇതിലേക്ക് മാങ്ങ അരിഞ്ഞതിടുന്നത്. അതിന് ശേഷം കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ആ എണ്ണയ്ക്കകത്ത് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കടുക് പച്ചമുളക് കറിവേപ്പില എല്ലാം ഒന്ന് മൂത്ത് വരിക. അതിന് ശേഷം നമ്മൾ അടുത്തത് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ. ഇപ്പോൾ ഒരു മഞ്ഞ കളറെല്ലാം നമ്മുടെ ഇതിനായിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ വിനാഗിരിയാണ് ഒഴിച്ചിരിക്കുന്നത്. 2 കുപ്പി വിനാഗിരിയാണ് നമ്മൾ അച്ചാറിന് വേണ്ടി നമ്മളിപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. വിനാഗിരി ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് ഇപ്പോൾ ഏകദേശം ഒന്ന് ചെറിയ തിളയൊക്കെ ആയി. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കായപ്പൊടി ഇട്ട് എല്ലാം ഒന്ന് ഇളക്കുക. ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ ഇടാം. ഉലുവാപ്പൊടി ഇട്ട് ഇത്ര ഐറ്റങ്ങളാണ് നമ്മുടെ ഈ ഒരു അച്ചാറിന് ചേർക്കുന്നത്. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് നമ്മൾ ആദ്യമേ ഇടുന്നത്. ക്യാരറ്റിന് ശകലം വേവ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ക്യാരറ്റ് വെന്തതിന് ശേഷമായിരിക്കും നമ്മൾ മാങ്ങ അരിഞ്ഞത് ഇടുന്നത്. ഇപ്പം നമ്മൾ ക്യാരറ്റ് അരിഞ്ഞത് ഇതിലേക്ക് ഇടുക. ഇട്ടിടുന്നതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പും അതുപോലെ തന്നെ വിനാഗിരി എല്ലാം കൂടെ ഒന്ന് അകത്തേന്ന് പിടിക്കണം. പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എല്ലാം നമ്മളിതിലിട്ട് ചെറുതായിട്ട് മൂപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ വിനാഗിരി എല്ലാം ഒഴിച്ച് ഇപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിനി ചെയ്യുന്നത് ഇത് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റ് വേവനുസരിച്ചാണ് നമ്മളതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മൾ അടപ്പ് വെച്ച് ഒന്ന് അടച്ചു കൊടുത്തു. അതിന് ശേഷം ഇപ്പോൾ നമ്മളെ ക്യാരറ്റ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അടുത്തതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയാണ്. പച്ചമാങ്ങ നമ്മൾ അരിഞ്ഞതാണ്. മാങ്ങ പിന്നെ പെട്ടെന്ന് വേവും, അതുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക. പെട്ടെന്ന് തന്നെ ഈ മാങ്ങ വേവുന്നതാണ്. അപ്പോൾ ഒന്ന് മാങ്ങ അടച്ച് വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ തുറന്നിപ്പം മാങ്ങ നമ്മൾ നല്ലപോലെ വെന്തിരിക്കുകയാണ്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് മാത്രം ഇട്ടാൽ മതി. നമ്മൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ ക്യാരറ്റ് അച്ചാർ ഇപ്പം നമ്മുടെ ക്യാരറ്റ് അച്ചാർ റെഡിയായിരിക്കുകയാണ്. നമ്മൾ തലേ ദിവസം വൈകിട്ടാണ് ഈ ഒരു അച്ചാർ വെച്ചിരിക്കുന്നത്. പിറ്റേ ദിവസം രാവിലത്തേക്ക് എടുക്കാൻ വേണ്ടിയാണ്. അന്നപ്പോഴത്തേനും ഉപ്പ് എരിവ് എല്ലാം പിടിച്ചുള്ള അച്ചാർ സെറ്റാണ്. ഇതുപോലുള്ള പല വീഡിയോകളും നമ്മുടെ പേജിലുണ്ട്, കയറി നോക്കുക. ഓക്കെ.